Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqqi liyudhhirahu 'ala ad-din kullihi walau karihal musyrikun. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'du, fa inna khayral kalami kalamullah wa khayral hadi hadi Muhammadin sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin fin nar. A'udzu billahi minasy syaithanir rajim. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Ya ayyuhalladzina amanu taqullaha wa qulu qawlan sadida yuslih lakum a'malakum wa yaghfir lakum dhunubakum wa man yuti'illaha wa rasulahu faqad faza fawzan 'azima. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനായി, മുസ്ലിമായി, മുത്തഖിയായി ജീവിക്കാനും ആ രൂപത്തിൽ മരണപ്പെടാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് നമ്മുടെ സഹോദരങ്ങൾ, വിശ്വാസികൾ കഅബാലയത്തെ ലക്ഷ്യമാക്കി മക്കയിലെത്തുകയും വിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ഏതാനും സമയങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ കർമ്മങ്ങളിൽ പ്രവേശിക്കാൻ ഒരുമിച്ച് അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായ രൂപത്തിൽ ഹജ്ജ് കർമ്മം പരിപൂർണമായ രൂപത്തിൽ നിർവഹിക്കാനും സന്തോഷത്തോടുകൂടി അവരവരുടെ വീടുകൾ തിരിച്ചെത്താനും അവർക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇതിനില്ല ഖുതുബയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹജ്ജ് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്കറിയാം. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. ഹജ്ജ് കൊണ്ട് വിശ്വാസികൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ-ബഖറയിൽ 196 കാണാം, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും അത് പൂർണ്ണാർത്ഥത്തിൽ തന്നെ നിർവഹിക്കണം. മറ്റൊരു വചനം സൂറത്ത് ആല ഇംറാനിലെ 97 കാണാം, കഅബാലയം അതാണ് ആദ്യമായി ഭൂമിയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പടുതുയർത്തിയ ഭവനം. അതിൽ മഖാം ഇബ്രാഹിം ഉണ്ട്, അവിടെ ആര് പ്രവേശിച്ചാലും അവർക്ക് നിർഭയത്വമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ അനിയ്യുൻ അനിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഈ ഭവനത്തിൽ അഥവാ കഅബാലയത്തിൽ വന്ന് സാധിക്കുന്ന ആളുകൾ ഹജ്ജ് നിർവഹിക്കണം. വമൻ കഫറ ഫഇന്നല്ലാഹ അനിയ്യുൻ അനിൽ ആലമീൻ. അവിടെ എത്തിപ്പെടാനുള്ള
സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഒരാൾ അവിടേക്ക് ചെന്നില്ല എങ്കിൽ ലോകരിൽ നിന്ന് അള്ളാഹു ഖനിയൻ, ഖനിയ് എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ആശ്രയിക്കേണ്ടതില്ലാത്ത, എന്നാൽ എല്ലാം ആശ്രയിക്കുന്നവൻ, അതാണ് ഖനി. എല്ലാം അവനെ ആശ്രയിക്കുന്നു, അവൻ ഒന്നിന്റെയും ആശ്രയം ആവശ്യമില്ല. അത് ഓർമ്മിപ്പിക്കുകയാണ്. ഒരാൾ ആരും ഹജ്ജ് കർമ്മം നിർവഹിച്ചില്ല എങ്കിലും റബ്ബിനെ സംബന്ധിച്ചൊന്നും സംഭവിക്കാനില്ല എന്നർത്ഥം. ഏതായിരുന്നാലും ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനിസ്തതാഅ ഇലൈഹി സബീല, അവിടെ എത്തിച്ചേരാനുള്ള കഴിവുള്ളവൻ ഹജ്ജ് നിർവഹിക്കണം എന്നുള്ളതാണ്. ആയത്തിന്റെ തഫ്സീറുകളിൽ മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറിൽ കാണാം, ഹാദിഹി ആയത്തുൻ, ഈ ആയത്ത് ഇതിലുണ്ട് വുജൂബുൽ ഹജ്ജ്, ഹജ്ജ് നിർബന്ധമാണ് എന്ന കാര്യം. എന്നാൽ ജംഹൂർ പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷവും പറയുന്നത് ഹജ്ജ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. മനിസ്തതാഅ ഇലൈഹി സബീല എന്നതിനെ വിശദീകരിച്ച് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അതേപോലെ ഇമാം ഖതാദ റഹിമഹുല്ലാഹ് തുടങ്ങിയ ആളുകളിൽ നിന്ന് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിക്കേൽപ്പിക്കുന്ന സമയത്ത് പ്രവാചകനോട് ചോദിച്ചു, മനിസ്തതാഅ ഇലൈഹി സബീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രവാചകൻ പറഞ്ഞു, അസ്സാദി വറാഹില, അവിടെ എത്തിച്ചേരാനുള്ള യാത്രക്കാവശ്യമായ വിഭവങ്ങൾ. യാത്രാമൃഗം, യാത്രാവാഹനം എന്ന് പറഞ്ഞാൽ അവിടെ എത്താനുള്ള സൗകര്യം അതൊരാൾക്കുണ്ടെങ്കിൽ, എത്തിപ്പെടാനുള്ള വിഭവങ്ങൾ, അതുപോലെ വാഹനം ഇതൊരാൾക്കുണ്ടെങ്കിൽ, അത് ആധുനികമായിരുന്നാലും പൗരാണികമായിരുന്നാലും അങ്ങനെയുള്ള ഒരു അവസ്ഥ എപ്പോൾ ഒരു മുസ്ലിമിന് എത്തിച്ചേരുന്നുവോ അയാളുടെ മേൽ ഹജ്ജ് നിർബന്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറയുന്നത്, അയ്യുഹന്നാസ്, ജനങ്ങളെ, മനുഷ്യരെ, ഖദ് ഫറല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, നിങ്ങൾക്ക് അല്ലാഹു ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതിനാൽ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അറാദൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജിന് നിയത്താക്കിയിട്ടുണ്ടെങ്കിൽ, ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫൽയതഅജ്ജൽ, അത് വളരെ പെട്ടെന്ന് ധൃതിപ്പെട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ, ഹജ്ജ് ചെയ്യണം എന്നൊരാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ അതിന്റെ സമയം വരുന്നത്, സാധിക്കുന്നത്, ഇനി അടുത്ത വർഷം ആവട്ടെ എന്ന് വിചാരിക്കരുത്, പെട്ടെന്ന് ചെയ്യട്ടെ എന്നാണ്. മറ്റൊരു ഹദീസിൽ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, തഅജ്ജലൂ ഇലൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി നിങ്ങൾ ധൃതി കാണിക്കണം. യാനി അൽ ഫരീള, ഫറളായിട്ടുള്ള ഹജ്ജ് എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഒരാൾ ഒരു പ്രാവശ്യം ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് അയാളുടെ മേൽ ഫറളാണ്. അതിനുവേണ്ടി നിങ്ങൾ ധൃതി കാണിക്കണം. കാരണം ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅയ്യദു ലഹു, നിങ്ങളിൽ ഒരാൾക്കും അറിയില്ല അടുത്തെന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്നുകൂടി ആവട്ടെ എന്ന് വിചാരിച്ചാൽ ഇപ്പോഴുള്ള സൗകര്യം, ഇപ്പോഴുള്ള ആരോഗ്യം, ഇപ്പോഴുള്ള അവസ്ഥയൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവസരം എത്തിയാൽ ഉടനെ ഹജ്ജ് കർമ്മം ചെയ്യട്ടെ, അതിന് ധൃതി കാണിക്കട്ടെ എന്നുള്ളതാണ്. ഹജ്ജിന്റെ ചരിത്രം നമുക്കറിയാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാബാലയം പടുതുയർത്തി. ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന്, നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത് നിന്ന് രണ്ടാമത് പടുതുയർത്തി. ആ പടുത്തുയർത്തിയ ഉടനെ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാവുകയാണ്. സൂറത്തു ഹജ്ജിൽ 22-ൽ 27-ാമത്തെ വചനം കാണാം, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീർ. നീ ജനങ്ങളെ വിളിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയണം, നീ ജനങ്ങളോട് വിളംബരം ചെയ്യണം, വിളിച്ചു പറയണം, ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി. യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീർ. നീ വിളിക്കുന്നതോടുകൂടി അവർ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് കാൽനടയായി അല്ലെങ്കിൽ വാഹനപ്പുറത്തേറി മലകളും പർവ്വതങ്ങളും ഇടവഴികളും താണ്ടി അവർ ഇവിടെ വന്നോളും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം നടന്ന് ഇന്നുവരെ അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു. യുദ്ധങ്ങൾ ഉണ്ടായിടത്ത്
അതുപോലെ കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചിടത്ത്, ഇതുപോലെ പകർച്ചവ്യാധികളുള്ള സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ഒഴികെ ബാക്കി കാലാകാലങ്ങളിൽ ആ ഹജ്ജ് കർമ്മം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ വരൂ. അള്ളാഹുവിന്റെ വിളിയാളമുണ്ടായി. ഈ കാര്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് അള്ളാഹു വിളിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ആ ഒരു സമയം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇനാദാ ഫിന്നാസി ദാഇയൻ ലഹും ഇലൽ ഹജ്ജി ഇലാ ഹാദൽ ബൈത്ത് അല്ലദീ അമർനാക ബിബിനാഇഹി. നിങ്ങളോട് ഞാൻ ഇപ്പോൾ കൽപ്പിച്ച ഈ വീട്ടിൽ വന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവരെയൊക്കെ വിളിക്കൂ എന്ന് അള്ളാഹു പറഞ്ഞു. ആ സമയത്ത് ഖാൽ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ റബ്ബ്, എന്റെ രക്ഷിതാവേ, വകൈഫ ഉബലിഉൻ നാസ വസൗതി ലാ യൻഫുദുഹും. ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ എന്റെ ശബ്ദം എവിടെ എത്താ? എങ്ങനെ കേൾക്കാനാണ് അവർ? ഈ മലമുകളിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുന്ന ശബ്ദം കേൾക്കുന്ന പരിസരത്ത് മനുഷ്യരായ ആരുമില്ല, പിന്നെ എങ്ങനെ കേൾക്കാനാണ്? അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, നാദിം വഅലൈനൽ ബലാ. നിങ്ങൾ ചെയ്യേണ്ടത് വിളിക്കലാണ്, അതെത്തിക്കുക എന്നുള്ള കർത്തവ്യം നമ്മളിലാണ്. ഫഖാമ അലാ മഖാമിഹി. അദ്ദേഹം അങ്ങനെ വിളിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തെത്തി. അബൂ ഖുബൈസ് മലയുടെ മുകളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഇന്നും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യർ മുഴക്കിക്കൊണ്ടിരിക്കുന്ന വിളി, ഞങ്ങൾ വിളി കേട്ടിട്ടുണ്ട് റബ്ബേ എന്ന് പറയുന്ന വിളി, ഒന്നാമത് വിളിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന റബ്ബക്കും ഖദ് ഇത്തഖദ ബൈതൻ ഫഹുജ്ജു. നിങ്ങളുടെ റബ്ബ് ഈ വീടിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ ലക്ഷ്യമാക്കി ഹജ്ജ് കർമ്മത്തിന് നിങ്ങൾ വരണം. എന്നിട്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, ഇന്നൽ ജിബാല തവാലഅത് ഹത്താ ബലഗ സൗത് അർജഅൽ അർദ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി പർവ്വതങ്ങളെല്ലാം കീഴൊതുങ്ങി കൊടുത്തു, ലോകത്തേക്ക് എത്തുന്നതിന് വേണ്ടി. വഅസ്മഅ മൻ ഫിൽ അർഹാമി വൽ അസ്ലാം. ആ ശബ്ദം ഗർഭാശയത്തിലുള്ളതും പിതാക്കളുടെ മുതുകളിലുള്ളതും എല്ലാം അവിടെയൊക്കെ അതെത്തി. വഅജാബഹു കുല്ലു ശൈഇൻ സമിഅഹു മൻ ഹജറ വദമറ വശജർ. അങ്ങാടികളിലുള്ള അല്ലെങ്കിൽ നാട്ടിൻപുറത്തുള്ള വൃക്ഷങ്ങൾ, മരങ്ങൾ, അങ്ങാടികൾ, അതേപോലെ കല്ലുകൾ, ഇതെല്ലാം ഈ ശബ്ദം കേട്ടു. വമൻ കതബല്ലാഹു അന്നഹു യഹുജ്ജ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയവർ, അവർ മുഴുവനും ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശബ്ദം കേട്ടു. അവരെല്ലാം മറുപടി പറഞ്ഞു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം ചെയ്തിരിക്കുന്നു. മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അന്നുള്ള വിളി മുതൽ പിന്നീട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയും ഒക്കെ നമ്മൾ കേട്ടു. പക്ഷെ പലപ്പോഴും സഹോദരങ്ങളെ, മുസ്ലിം സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ ഈ വിഷയത്തിൽ അശ്രദ്ധരാണ്. വേണ്ട രൂപത്തിൽ മറ്റു ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ വരെ അതിന്റെ ഒരു ഗൗരവം കാണിക്കുന്നില്ല. പലരും ഒരു ഫാഷൻ എന്ന നിലക്ക് ഉംറ നിർവഹിക്കുന്ന പലരുണ്ട്. മക്കയിൽ എത്താനുള്ള ഇപ്പോഴുള്ള ഒരു ശാരീരിക അവസ്ഥയും അതിനുള്ള പണവും ഒരാളിൽ വന്നു ചേർന്നാൽ മറ്റൊന്നും അയാൾക്ക് തടസ്സമല്ല. മറ്റൊന്നും അയാൾക്ക് തടസ്സം അയാളുടെ മേൽ നിർബന്ധമാണ്. ഹജ്ജ് അയാളുടെ മേൽ നിർബന്ധമാണ്. അയാൾ ഹജ്ജ് നിർവഹിക്കാതെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരനാണ്. അതൊരു വളരെ ഗൗരവത്തോടു കൂടി തന്നെ അത് കാണണം. പക്ഷെ പലപ്പോഴും അത് ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടാ? ആളുകൾ അത് ആർക്കൊക്കെയോ ഉള്ളത്, 50 വയസ്സ് 60 വയസ്സായ ആളുകൾക്കുള്ളത് എല്ലാ ബാധ്യതകളും എന്ന് അവനുണ്ടാക്കി അവന്റെ കാഴ്ചപ്പാട്, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ എന്റെ ബാധ്യത എന്ന് വിചാരിക്കുന്ന ഭൗതികമായിട്ടുള്ള ബാധ്യതകളൊക്കെ തീർന്നതിന് ശേഷം സമയവും സാഹചര്യവും ഒരുങ്ങുന്നുവെങ്കിൽ ചെയ്യേണ്ടതൊന്ന് എന്നാണ് ആളുകൾ വിചാരിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഓരോ വിശ്വാസിയും അങ്ങേറ്റം ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ ഒരു കാര്യമാണത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രത്യേകതകൾ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. ഏതൊരു ഇബാദത്തിന്റെയും ഫളൽ അത് മനസ്സിലാക്കുമ്പോൾ ആഗ്രഹം ഉണ്ടാവും, ഇത് ചെയ്യണം തോന്നും, ചെയ്യുന്ന ആളുകൾക്ക് ആവേശമുണ്ടാവും, ഉന്മേഷം ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൽ ഹജ്ജാജ് വൽ ഉമ്മാർ, ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഓരോ മനുഷ്യരും അവരെ കുറിച്ച് പറഞ്ഞത് വഫ്ദുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ സംഘങ്ങളാണ്. നമ്മുടെ മക്കയിൽ പോയ ആളുകൾക്കറിയാം, ഹജ്ജിനും ഉംറയ്ക്കും പോയ ആളുകൾക്കറിയാം, അവർ അള്ളാഹുവിന്റെ അതിഥികൾ, റഹ്മാനിന്റെ അതിഥികൾ, ദുയൂഫ് റഹ്മാൻ എന്നാണ് അവരെ അഭിസംബോധന ചെയ്യാറുള്ളത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അള്ളാഹുവിന്റെ സംഘങ്ങളാണ്. എന്നിട്ട് അടുത്ത വാചകം എന്താ? അൻ ഇൻ ദഅൗഹു അജാബഹും, അവർ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. അതുകൊണ്ട് തന്നെ ഉംറ നിർവഹിക്കാൻ, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകുന്നു എന്ന യാത്ര പറയാറുണ്ടായിരുന്നു സഹാബികൾ. ഇന്ന് കാണുന്ന പോലെയല്ല. സ്വാഭാവികമായിട്ട് യാത്ര പറയാനുള്ള ചില മര്യാദ. ആ പറയുന്നിടത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കാണാം, അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു ആണെന്നാണ് എന്റെ ഓർമ്മ. സ്വഹാബി എന്ന് പറയുമ്പോ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം വസിയത്ത് ചെയ്യുന്നത്. അത് വെറുതെ ഉണ്ടായതല്ല, ഇത് ഇസ്ലാമിക സലഫുകൾ സ്ഥിരപ്പെട്ട ചര്യയാണ്. നമ്മൾ ആരോടൊക്കെ പറഞ്ഞു, നമ്മളിൽ നിന്ന് ഹജ്ജിന് പോയവർ, ഉംറ നിർവഹിക്കാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഹജ്ജിന് പോയ ആളുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഇന്നോ അല്ലെങ്കിൽ ഈ സമയങ്ങളിലോ നമ്മളുമായി ബന്ധപ്പെടുന്നുവെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയണം, പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ വരെ പറഞ്ഞു വിടണം. അവരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇൻ ഇസ്തഗ്ഫറൂഹു ഗഫറ ലഹും, അവർ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, മാ മിൻ മുസ്ലിമിൻ, മുസ്ലിമായ ഒരു മനുഷ്യൻ, യുലബ്ബി ഇല്ലാ ലബ്ബ മൻ അൻ യമീനിഹി ഔ അൻ ശിമാലിഹി മിൻ ഹജറിൻ ഔ ഷജറിൻ ഔ മദറിൻ ഹത്താ തൻഖതിഉൽ അർദു മിൻ ഹാഉനാ വ ഹാഉനാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ തൽബിയത്ത് ചൊല്ലുന്ന സമയം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ അയാളുടെ വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും കല്ലുകൾ, മരങ്ങൾ, അതുപോലെ തന്നെ ഓരോന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെതറിക്കിടക്കുന്ന കുറെ ചരൽക്കല്ലുകളെ കാണിച്ചിട്ടുണ്ട്. ഈ പോലെയുള്ള ചരൽക്കല്ലുകൾ വരെ അവരിങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ലബ്ബൈക് വസഅദൈക്, നിന്റെ വിളി, നിന്റെ ഉത്തരം ചെയ്യൽ അള്ളാഹു കബൂലാക്കിയിട്ടുണ്ട് എന്ന് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്, മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫസ് വലം യഫ്സുഖ്. ഒരാൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തു. ഹജ്ജിനെ കുറിച്ച്, ഉംറയെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഇത് കാണാം, അള്ളാഹുവിന് വേണ്ടി ചെയ്തു എന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയുടെ ഹജ്ജിന്റെ ആ തൽബിയത്ത് അതിലേക്ക് കടങ്ങുമ്പോൾ അത് പ്രഖ്യാപിക്കാൻ, നമ്മള് ഹജ്ജിന്റെ ഉംറന്റെയും നിയ്യത്ത് ഉറക്കെ പറയുന്നു പറയും. നിയ്യത്തല്ല സത്യത്തിൽ, അതൊരു പ്രഖ്യാപനമാണ്. ആ സമയത്ത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിൽ ഇങ്ങനെ നിന്നിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞിട്ട് പറയും, അല്ലാഹുമ്മ ലാ റിയാഅ വലാ സുംഅ. അല്ലാഹുവേ, എന്റെ ഈ ഹജ്ജ് കർമ്മം, എന്റെ ഉംറ നിർവഹണം, ഇത് ഒരിക്കലും തന്നെ പ്രശസ്തിക്ക് വേണ്ടിയോ ആളുകൾ കാണാൻ വേണ്ടിയോ അല്ല. ഏറ്റവും കൂടുതൽ ആളുകളിൽ പ്രശസ്തി ആഗ്രഹിക്കാൻ സാധ്യതയുള്ള ഒരു കർമ്മം. ഇന്ന് നിങ്ങൾ നോക്ക്, എന്തൊക്കെ അനാചാരങ്ങളെ വിഷയത്തിലുള്ളത്, അങ്ങോട്ടേ പോകുന്നില്ല. ഏതായിരുന്നാലും ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് കർമ്മം നിർവഹിച്ചു, ആ ഹജ്ജിന്റെ സമയത്ത് അയാളിൽ ഒരിക്കലും തന്നെ വരാൻ പാടില്ലാത്ത ഫലം യർഫുസ് വലം യഫ്സുഖ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിദ്വേഷങ്ങളോ ദേഷ്യങ്ങളോ ഇല്ലാതെ, അതേപോലെ തന്നെ തോന്നിവാസമായി തോന്നുന്ന എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ അയാൾ മാറി നിന്ന് ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ അയാളെ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് അയാൾ എത്ര ശുദ്ധനാണോ അതുപോലെ ശുദ്ധനായിരിക്കും. നമ്മൾ കേട്ട ഹദീസ്. ഈ ഹദീസിനെ മറ്റൊരു ഹദീസ് കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു ഹദീസിൽ കാണാം, ഒരാള് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അയാളോട് പറയുന്ന, നമ്മളത് ഒരു പക്ഷെ കേൾക്കുന്നുണ്ടാവില്ല, പക്ഷെ അയാളോട് പറയുന്നുണ്ട്, അമ്മാ ഖുറൂജുക മിൻ ബൈതിക് തുഅമ്മുൽ ബൈത്തുൽ ഹറാം, നീ നിന്റെ വീട്ടിൽ നിന്ന് ബൈത്തുൽ ഹറാം, മസ്ജിദുൽ ഹറാം ലക്ഷ്യം വെച്ചുകൊണ്ട്
നീ പുറത്തിറങ്ങി ഫഇന്ന ലക ബികുല്ലി വതഅത്തിൻ തതഊഹാ റാഹിലത് യക്തുബുഹാ അല്ലാഹു ലക ബിഹാ ഹസന. നീ നടന്നു നീങ്ങുന്ന, നീ മുന്നോട്ട് പോകുന്ന ഓരോ സ്റ്റെപ്പുകൾക്കും, ഓരോ ചലനങ്ങൾക്കും നിനക്കോരോ നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. വയംഹു അൻക സയ്യിഅ, ഓരോ പാപങ്ങൾ നിന്നിൽ നിന്ന് മായ്ച്ചു കളയുന്നുമുണ്ട്. ദീർഘമായ ഹദീസാണ്, മുഴുവൻ പറയുന്നില്ല. എന്നിട്ട് അറഫയെ കുറിച്ച് പറയുന്നത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്, നമുക്കറിയാവുന്നത് പോലെ. ആ അറഫയിൽ നീ നിൽക്കുന്ന സമയം റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശത്തിൽ ഒന്നാം ആകാശത്തേക്ക് വരും. എന്നിട്ടോ ഫയുബാഹി ബിഹിം അൽ മലായിക, മലക്കുകളോട് മുബാഹത്ത് പറയും, കണ്ടോ എന്റെ അടിമകൾ എന്ന് നിന്നെക്കുറിച്ച് അല്ലാഹു പറയും. ഫയഖൂലു, എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, ഹൗലാഹി ഇബാദി ജാഊനി ശഅസം ഗുബറൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് യർജൂന റഹ്മതി വയഖാഫൂന അദാബി വലം യറൗനി ഫകൈഫ ലൗ റആനി. റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഇങ്ങനെ പറയുക, നോക്കൂ എന്റെ അടിമകൾ, അവർ ക്ഷീണിച്ച് അവശരായി, ശരീരത്തിൽ പൊടി പിടിച്ച് അവരിങ്ങനെ എന്നിലേക്ക് കൈകൾ ഉയർത്തി അവരെന്നോട് ചോദിക്കുന്നു, അവരെന്നെ കണ്ടിട്ടില്ല. എന്നിട്ട് അല്ലാഹു പറയും, അപ്പോൾ അവരെന്നെ കണ്ടാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു ആ സമയത്ത് പറയും, ഫലൗ കാന അലൈക മിസ്ലു റംലിൻ ആലിജ് ഔ മിസ്ലി അയ്യാമി ദുനിയ ഔ മിസ്ലി ഖസരി സമാഇ ദുനൂബൻ ഗസലഹു അല്ലാഹു അൻക. അറഫയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, സുഹൃത്തുക്കളെ നമ്മൾ ആഗ്രഹിക്കണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജ് കർമ്മത്തിന് അറഫയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആളുകൾ എത്ര ഉൾക്കൊണ്ടിട്ടുണ്ടോ അറിയില്ല. അവരോട് റബ്ബ് പറയുന്ന, ഭൂമിയിൽ എത്ര മണൽച്ചരികളുണ്ടോ അത്രയും തെറ്റു നീ ചെയ്തിട്ടുണ്ടെങ്കിലും, ആകാശത്ത് നിന്ന് മഴയായി വർഷിക്കുന്ന മഴത്തുള്ളികളെക്കാൾ തെറ്റു നീ ചെയ്തിട്ടുണ്ടെങ്കിലും, ഭൂമിയിൽ കഴിഞ്ഞുപോയ ദിവസങ്ങൾ എത്രയുണ്ടോ അത്രയും തെറ്റുകൾ നീ ചെയ്തിട്ടുണ്ടെങ്കിലും, ഇതാ നിന്നെ ഞാൻ കഴുകി കളയുകയാണ് എന്ന് അല്ലാഹു പറയും. അത്രയും വലിയൊരു ഇബാദത്താണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമ്മുടെ ആയുസ്സിൽ വീണ്ടും നടക്കാൻ പോകുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിട്ട് വീണ്ടും കുറെ വിഷയങ്ങൾ പറയുന്നുണ്ട്. അവൻ തിരിച്ചു പോരുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, നീ നിന്റെ വീട്ടിലേക്ക് പോകുന്നത് നീ നിന്നെ പ്രസവിച്ച ദിവസം നീ എങ്ങനെയായിരുന്നു അത്രയും ശുദ്ധനായിട്ടാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നീ നന്മകളിൽ മുന്നോട്ട് പോയിക്കോ എന്ന് പറയുന്ന സുഹൃത്തുക്കൾ ഇതുപോലെ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ് കമാ യൻഫി അൽ ഖീറു ഖബസൽ ഹദീദ്. താബിഉ, എന്റെ പ്രയോഗം അറിയും, നിങ്ങൾ തുടരെ ചെയ്യണം. നിങ്ങൾ ഹജ്ജും ഉംറയും തുടരെ ചെയ്തോളൂ. ഫഇന്നഹുമാ യൻഫിയാനി അൽ ഫഖറ വദ്ദുനൂബ്. അതുകൊണ്ട് ഉണ്ടാകുന്നറിയോ, രണ്ടു കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നിൽക്കും. ഏതാ നിൽക്കുന്നത്? ഒന്ന് ദാരിദ്ര്യം നിൽക്കും. ഉംറ ഇടക്കിടക്ക് ചെയ്ത ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ പാപങ്ങൾ നിങ്ങളിൽ നിന്ന് നീക്കും. ഏതുപോലെ കമാ യൻഫി അൽ ഖീറു ഹബസൽ ഹദീദ്, കൊല്ലൻ ആലയിൽ ഇരുമ്പ് വെച്ചിട്ട് അതിൽ നിന്ന് അതിങ്ങനെ ചൂടാക്കുമ്പോൾ അഴുക്ക് നീങ്ങുന്നത് പോലെ, കൊല്ലൻ എന്നാ അറിയില്ല അല്ലെ, ആ രൂപത്തിൽ അതിൽ നിന്ന് അഴുക്കുകൾ പോകുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഫഖറും പാപങ്ങളും ദാരിദ്ര്യവും ഫഖറും പോകും. അതുകൊണ്ട് തുടരെ ചെയ്തോളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ പറഞ്ഞു, ഇന്നല്ലാഹ തആല യഖൂൽ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, റബ്ബ് പറഞ്ഞു എന്ന് പറഞ്ഞു. വളരെ കുറച്ച് ഹദീസുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്താ റബ്ബ് പറഞ്ഞിട്ടുള്ളത്? ഇന്ന അബ്ദൻ, എന്റെ ഒരു അടിമ, അവന് അസ്ഹഹതു ലഹു ജിസ്മഹു, അവന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം കൊടുത്തു. വവസഅത് അലൈഹി ഫീ മഈശതിഹി, അവന്റെ മഈശത്തിൽ അവന് ഞാൻ വിശാലത കൊടുത്തു. ജീവിക്കാനുള്ള വഴിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അവസ്ഥ നൽകി. തംലി അലൈഹി ഖംസതു അവാമിൻ ലാ യമിദ്ദു ഇലയ്യ ലമഹ്റൂം. എന്നിട്ട് 5 വർഷത്തിലൊരിക്കൽ അവൻ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പലരും ഈ സന്ദർഭത്തിൽ സാമൂഹികമായി മനസ്സിലാക്കേണ്ട വിഷയമില്ല. ചില ആളുകൾ എന്താ പറയും, ഒരു ഹജ്ജ് ചെയ്തല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ ഉംറക്ക് ഹജ്ജിന് പോകണം, കുട്ടികളെ കെട്ടിച്ചൂടെ, പാവങ്ങൾക്ക്
അതൊന്നും ഒരു ന്യായമില്ലല്ലോ. പാവങ്ങൾ സഹായിക്കലും സ്വതക്ക ചെയ്യലും നന്മ ചെയ്യലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ അതും ഇതുമായി യാതൊരു ബന്ധപ്പെടുത്തലുമില്ല. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം. അതുകൊണ്ട് ചെയ്യേണ്ടതാണ്, കഴിയുന്ന ആളുകൾ ചെയ്യേണ്ടത് തന്നെയാണ്. ഇനിയും ധാരാളം ആവശ്യങ്ങളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞ് പിൽക്കാലത്ത് താബഈങ്ങളുടെ കാലഘട്ടം എത്തുമ്പോ ഒരു വർഷം ഹജ്ജിൽ ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഇമാം ഖതാദ റഹിമഹുല്ലാഹ്, മഹാപണ്ഡിതനാണ് അദ്ദേഹം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ശിഷ്യൻ, അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, മാ അക്സറ അൽ ഹാജ്, ഹാജിമാർ ധാരാളം ഉണ്ടല്ലോ, വളരെയധികം ആളുകളുണ്ടല്ലോ ഹജ്ജിന് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവർ ധാരാളമുണ്ട്, പക്ഷേ അവരിൽ മഹാഭൂരിപക്ഷവും യഥാർത്ഥത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നില്ല. ഇന്ന് നമുക്കുള്ളൊരു സങ്കടം, ഹജ്ജിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദാണ്, ഇസ്ലാമിന്റെ കർമ്മങ്ങളിലുള്ള കണിശതയാണ്. വിശദമായ ചരിത്രങ്ങൾ വിശദീകരിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് മറ്റു സന്ദർഭങ്ങൾ വിശദീകരിക്കാം. ആകത്തുക ഈ ഇരിക്കുന്ന ആളുകളിൽ ആണാവട്ടെ പെണ്ണാവട്ടെ ഹജ്ജിനെ കുറിച്ചൊരു ഗൗരവത്തോടു കൂടി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നിയത്ത് വെക്കണം. ഇതുവരെ സന്ദർഭം ഉണ്ടായിട്ടും പോവാത്തവരാണെങ്കിൽ അള്ളാഹുവോട് ഖേദിച്ചു മടങ്ങും. എത്രത്തോളം അറിയും? ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അറഫയിൽ നിന്ന് ഒട്ടകപ്പുറത്ത് അദ്ദേഹം ഉള്ളത്, പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാ, നല്ല കാണാൻ ഭംഗിയുള്ള പ്രവാചകന്റെ തൃദ്രവ്യപുത്രനായിരുന്ന ഫദ്ൽ എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹവും പ്രവാചകൻ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ ഓടി വന്നു. ഹദീസിലുള്ളത് നല്ല ഭംഗിയുള്ള സ്ത്രീയായിരുന്നു ആ സ്ത്രീ. അവർ രണ്ടുപേരും നോക്കിയെന്നാണ്. ഫദ്ലും ഈ സ്ത്രീ നോക്കിയപ്പോൾ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദ്ലിന്റെ മുഖം തിരിച്ചു. ഏതായിരുന്നാലും ഈ സ്ത്രീ, നമ്മുടെ വിഷയം അതല്ല, ഈ സ്ത്രീ ചോദിച്ചു, നബിയെ, എന്റെ ഉപ്പ പ്രായം ഏറെ എത്തിയിട്ടുണ്ട്, പക്ഷെ സാമ്പത്തികമായി അവരുടെ അടുത്ത് മക്കയിൽ വരാനുള്ള എല്ലാ അവസ്ഥയുണ്ട്, അവർക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, ഞാൻ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞെന്തറിയാം, നഅം, നിങ്ങൾ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാൻ വരെ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള, വേറൊരാളെ കൊണ്ട് പണം കൊടുത്ത് പറഞ്ഞേക്കാൻ വരെ അനുവദിച്ചിട്ടുള്ള ഇബാദത്താണ് ഹജ്ജ്. പക്ഷെ നമുക്ക് തന്നെ ഒരു കുഴപ്പമില്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ, അതുകൊണ്ട് പ്രായം അതിൽ ഘടകമല്ല എന്ന് പറഞ്ഞാൽ 18 വയസ്സുകാരനും പ്രായപൂർത്തിയെത്തി സ്വതന്ത്രനായി അടിമയല്ലാത്ത പ്രായപൂർത്തിയായ മക്കയിലെത്താനുള്ള പണം ഉണ്ടെങ്കിൽ, അത് പോയി വരാനുള്ള പണം ഒരാൾക്കുണ്ടെങ്കിൽ അയാളുടെ മേൽ ഹജ്ജ് നിർബന്ധം. അത് സ്വർണമായിട്ടോ പറമ്പായിട്ടോ ഏതായിരുന്നാലും സ്വന്തം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പണം ഉണ്ടെങ്കിൽ, ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തീരുമാനിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ദുൽഹിജ്ജ 9 ഹജ്ജിലില്ലാത്ത, മക്കയിലില്ലാത്ത ആളുകളൊക്കെ നോമ്പെടുക്കുക ഒരു സുന്നത്തുണ്ട്, നമുക്കറിയാവുന്നതുപോലെ അറഫയിലെ നോമ്പ്, അറഫ നോമ്പ്. സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറു സന അല്ലതി ഖബ്ലഹു വസ്സനത അല്ലതി ബഅദ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അറഫയിലെ അറഫ നോമ്പ്, ദുൽഹിജ്ജ 9 നോമ്പ് ഒരാൾ നിർവഹിക്കുന്നുവെങ്കിൽ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ അവന് പുറത്തു കിട്ടുന്നതാണ്. ഇതിന്റെ അർത്ഥം ഒരു വർഷം പാപം ചെയ്യുക എന്നിട്ട് ഇതുപോലൊരു നോമ്പെടുക്കുക എന്നതല്ല. മാനുഷികമായി ഒരാൾക്ക് വന്നു പോകുന്ന തെറ്റുകളുണ്ട്. ചിലപ്പോൾ തൗബ ചെയ്യാൻ പോലും ഓർമ്മയില്ലാതെ പോകുന്ന തെറ്റുകളുണ്ട് മനുഷ്യരെന്ന നിലക്ക്. അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തെരുമാറാവണം. അങ്ങനെയുള്ള പാപങ്ങളൊക്കെ പൊറുക്കാൻ ഇതുപോലുള്ള ഇബാദത്തുകൾ കാരണം. ആ ദിവസത്തിൽ ധാരാളം പ്രാർത്ഥനകൾ എല്ലാവരും നടത്തേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖൈറു ദുആഇ ദുആ യൗമ അറഫ, പ്രാർത്ഥനകളിൽ ഏറ്റവും നല്ല പ്രാർത്ഥന അറഫയുടെ ദിവസം നടത്തുന്ന പ്രാർത്ഥനയാണ് എന്നതാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം.
ഇവിടെ ഒരു ആളുകൾക്കിടയിലുള്ള ഒരു ആശങ്കയും ഒരു സംസാരമുണ്ട്. അതെന്താ പറയുക, അറഫ ഈ വർഷം നാളെയാണ് നടക്കുന്നത്. മക്കയിൽ ഹജ്ജിന് പോയ ആളുകൾ അറഫയിൽ നിൽക്കുന്നത് നാളെയാണ്. ഇന്ന് യോം തർവിയ, ഇന്ന് എല്ലാവരും മിനായിലെത്തും, എത്തണം. എന്നാൽ ദുൽഹിജ്ജ 9 നമ്മുടെ നാട്ടിൽ മറ്റന്നാളാണ്. അപ്പൊ നമ്മൾ നാളെയാണോ മറ്റന്നാളാണോ നോമ്പെടുക്കേണ്ടത് എന്നൊരു ചർച്ചയും ആളുകൾക്കിടയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രമാണങ്ങളോട് യോജിച്ചു വരുന്ന ഒരു കാര്യം, പ്രായോഗികമാകുന്ന കാര്യം, ദുൽഹിജ്ജ 9 നമ്മൾ നോമ്പെടുക്കുക എന്നുള്ളതാണ്. ദുൽഹിജ്ജ 9 നമ്മൾ നോമ്പെടുക്കുക എന്നുള്ളതാണ്. അതിന്റെ പ്രമാണം ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ നടന്ന ഒരു സംഭവം കാണാം. ഒരു സ്വഹാബി ഖുറൈബ് റളിയല്ലാഹു അൻഹു വേറൊരു നാട്ടിലേക്ക് പോവുകയും അവിടെ നോമ്പ് നടക്കുകയും തിരിച്ച് മദീനയിലെത്തി അവർ നോമ്പിൽ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്തപ്പോൾ അവിടെ ഇന്ന ദിവസമാണ് നോമ്പ്. അവിടെ മുആവിയ നബിയുടെ കാലത്തല്ല, പ്രവാചകന്റെ കാലത്ത്, സ്വഹാബികൾ ജീവിച്ച കാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹു ഗവർണറാണ്. മുആവിയ പ്രഖ്യാപിച്ചതിനനുസരിച്ച് അവിടെ ഇന്ന ദിവസമാണല്ലോ, ഇവിടെ ഇങ്ങനെ ആവാന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിച്ചത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന ദിവസമായിരുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അതിന്റെ കൂടെ ഒരു കൂടിയില്ല. ഈ ഹദീസിനെ തെളിവാക്കിയിട്ട് ഇന്ന് നടക്കുന്ന ഈ ചർച്ച ഉണ്ട്, മക്കയും ഇവിടെ ഇങ്ങനെ ആവുമ്പോൾ എന്താ ചെയ്യേണ്ടത്. ഇപ്പോ ഇമാം നവവി റഹ്മത്തുള്ളാഹി പിൽക്കാലക്കാരനായ പണ്ഡിതൻ അദ്ദേഹം പറയുന്നത്, അതാത് ദേശത്തുള്ള ആളുകൾ അവർക്കുള്ള മാസത്തെ ഹിലാലിനെ കണക്കാക്കിയിട്ടാണ് നോമ്പും പെരുന്നാളൊക്കെ നിശ്ചയിക്കേണ്ടത് എന്നാണ് ഒന്ന്. രണ്ട്, ആധുനിക ലോകത്താണ് ഈ ചർച്ച വരുന്നത്. കാരണം ഇസ്ലാം ഇവിടെ ഏറ്റവും ലളിതമായി മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാം ഒരിക്കലും അപ്രായോഗികമാവില്ല. 14 നൂറ്റാണ്ടായി ലോകത്തെ മുസ്ലിമീങ്ങൾ അറഫ നോമ്പെടുക്കുന്നുണ്ട്. 14 നൂറ്റാണ്ടായി. ഏറ്റവും അടുത്ത് ഒരു 10-15 വർഷങ്ങൾക്കപ്പുറത്ത്, അല്ലെങ്കിൽ ഒരു 10-20 വർഷങ്ങൾക്കപ്പുറത്ത് വരെ മക്കയിൽ എന്നാണ് അറഫയിൽ ഹാജിമാർ നിൽക്കുന്നത് എന്ന് പലപ്പോഴും അറിയാറ് ഹജ്ജൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വന്നതിന് ശേഷമായി, അല്ലെ? റേഡിയോ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നാലും ആളുകൾ അറിയുന്നില്ല. എന്ന് മാത്രമല്ല, പണ്ഡിതന്മാർ മറ്റൊരു ചർച്ച കൂടെ ഉണ്ട്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 ദിവസം കൊണ്ട് എത്തിയിട്ടുണ്ട്. ഒട്ടകപ്പുറത്ത്, കുതിരയാണെങ്കിൽ അതിനേക്കാൾ സ്പീഡിലെത്തും. അപ്പൊ മക്കയിൽ മാസം കണ്ടു, അവിടെ അറഫ നിശ്ചയിച്ചു, അറിഞ്ഞു. ദുൽഹിജ്ജ 1 മുതൽ അറിയാലോ, 1 മാസം കണ്ടാൽ എന്നാ 9 എന്നറിയാം. അതിനിടക്ക് മദീനയിൽ ആളെ വിട്ട് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. മദീനയിൽ ആളെ വിട്ടിട്ട് മറ്റു പല വിഷയങ്ങളും, വളരെ വളരെ ചെറിയ വിഷയങ്ങൾ വരെ ആളെ പറഞ്ഞയച്ചിട്ടൊക്കെ അയച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാണ്ട് തോന്നുന്നു. എന്നാൽ ഇങ്ങനെ ഒരു മക്കക്കാരുടെ കൂടെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നായിരുന്നെങ്കിൽ അന്നെന്താവുമായിരുന്നു, ആളെ പറഞ്ഞേക്കുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ദുൽഹിജ്ജ 9 നോമ്പെടുക്കുക എന്നാണ് പണ്ഡിതന്മാരിൽ അന്നുണ്ടായിരുന്ന ഇമാം നവവി തൊട്ട് ഇന്ന് ഏറ്റവും ആധുനിക നൂറ്റാണ്ടിൽ ജീവിച്ച ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ എന്ന് പറഞ്ഞ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയൊക്കെ ഫത്വകൾക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, പ്രായോഗികമല്ലാത്തൊരു നിയമം ഇസ്ലാം അനുവദിക്കൂല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവിടെ അവരുടെ കൂടെ നാളെ ഇവിടെ നോമ്പെടുക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ? അറഫ നമുക്ക് അവർക്ക് ഒന്നാണെങ്കിൽ അൽഹംദുലില്ലാഹ്. ഇനി അല്ലെങ്കിൽ എന്താ സംഭവിക്കാം? അവർ അറഫയിൽ നിൽക്കുമ്പോൾ ഇവിടെ ശവ്വാലിലേക്ക് പ്രവേശിക്കും, ഇല്ലേ? നമ്മളെന്താവും? അവിടെ വൈകുന്നേരം അറഫയിൽ ഹാജിമാർ നിൽക്കുമ്പോൾ ഇവിടെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. മനസ്സിലാവണ്ടല്ലേ പറയണേ? മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അറഫയിൽ നിൽക്കുന്ന ആളുകളുടെ കൂടെ തന്നെ ആവാൻ പറ്റില്ല. അവരുടെ മുമ്പേ നമ്മൾ പെരുന്നാളിൽ പ്രവേശിച്ചു. നേരെ തിരിച്ചു സംഭവിക്കുന്നുണ്ട്. ഹിജറ നേരെ തിരിച്ചു സംഭവിക്കുന്ന, പെരുന്നാളിന്റെ അന്ന് നോമ്പ് നോക്കേണ്ട ആളുകളുണ്ടാവും. ലോകത്തിന്റെ ക്രമങ്ങൾ അങ്ങനെയാണ്. പിന്നെ രാത്രിയും പകലും വ്യത്യാസമുള്ളതുണ്ട്. ഇനി ഇങ്ങനെയൊക്കെയാണെങ്കിലും അവസാനത്തെ വാക്ക് അല്ലാഹു അഅലം. നമുക്കറിയുന്നു, നാളെ അറഫയിൽ നിൽക്കുന്നു, നമ്മളത് കാണുന്നു, ഒരാളിതൊക്കെ മനസ്സിലാക്കി ഞാൻ എന്താ നോക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെയും തെറ്റു പറയാൻ നമ്മളാളല്ല, അള്ളാഹുവിനാണ് കൂടുതൽ അറിയുന്നത്. പ്രമാണങ്ങളോട് യോജിച്ച് നിൽക്കുന്നത്, മനസ്സിലാവുന്നത് ദുൽഹിജ്ജ അതാത് നാട്ടിലെ 9 നോക്കേണ്ടത് എന്നാണ്. ഇനി നാളെ നോൽക്കാം, മറ്റന്നാളും നോൽക്കാം. ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പെടുക്കാവുന്നതുമാണ്. അറഫയുടെ നോമ്പ് ദുൽഹിജ്ജ 9 എന്നാണ് മനസ്സിലാക്കുന്നത്. 1-2 കാര്യങ്ങൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട്. പെരുന്നാൾ ഇൻഷാ അല്ലാഹ് 7:30 നമ്മുടെ നമസ്കാരം. മഴ നല്ല സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ വലിയ നമസ്കാരം പള്ളിയിൽ വെച്ചിട്ട് തന്നെ ആണല്ലോ അല്ലെ. 7:30 7:30 എന്നുള്ളത് 7:30 തന്നെ നമസ്കാരം ആരംഭിക്കും. അതുകൊണ്ട് എല്ലാവരും ആ സമയത്ത് തന്നെ വരണം. 2-3 കാര്യം സാധാരണ മുമ്പ് പെരുന്നാൾ സൂചിപ്പിച്ചതാണ്.
പുതുവസ്ത്രം ധരിക്കൽ പെരുന്നാളിനെ മാനിക്കലാണ്. പലപ്പോഴും മറ്റു പലതിലും വസ്ത്രം വാങ്ങുന്ന ആളുകൾ പെരുന്നാളിനാണ് മൈൻഡ് ചെയ്യാതെ വിടരുത്. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയ ചര്യയാക്കിയ കഴിയുമെങ്കിൽ പുതുവസ്ത്രം, ഇല്ലെങ്കിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. പുതുവസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. പുതുവസ്ത്രം ധരിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊക്കെ പഠിക്കുക. വിശദമായി കാണാവുന്നതാണ്. പെരുന്നാൾ നമ്മൾ കുളിക്കും. കഴിഞ്ഞ പെരുന്നാൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കും. പുരുഷന്മാർ സുഗന്ധം ഉപയോഗിക്കണം, സ്ത്രീകൾ ഉപയോഗിക്കാൻ പാടില്ല. ആ സമയത്തൊക്കെ ഇതിന്റെ നിയ്യത്തുണ്ടാവുക. ഭക്ഷണം കഴിക്കാതെയാണ് വലിയ പെരുന്നാളിന് നമസ്കരിക്കാൻ വരുന്നത് സുന്നത്തുള്ളത്. ഇനിയിപ്പോ ഒരാൾക്ക് രാവിലെ ഈ ഷുഗർ പേഷ്യന്റ് ഒക്കെ ഉണ്ടാവും, രാവിലെ ഒന്നും കഴിക്കാതെ വന്നാൽ പ്രയാസം, അങ്ങനത്തെ ആളുകൾ അല്ല ഉദ്ദേശിച്ച്. അതിന്റെ ഒരു സുന്നത്ത് ഭക്ഷണം കഴിക്കാതെ വരലാണ്. ചെറിയ പെരുന്നാളിനാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വരലാണ് സുന്നത്ത്. അതേപോലെ തന്നെ നേരത്തെ പുറപ്പെടുന്ന പള്ളിയിലേക്ക് വരുമ്പോഴും മടങ്ങി പോകുമ്പോഴൊക്കെ തക്ബീർ ചെല്ലുക എന്നുള്ളത് ചര്യയാണ്. അതിൽ നമ്മൾ മോശം വിചാരിക്കരുത്. നമുക്ക് കേൾക്കുന്ന സൗണ്ടിലെങ്കിൽ നമ്മൾ എന്താക്കണം, ആ ചര്യയെ നമ്മൾ ജീവിപ്പിക്കുന്ന ആളുകളാണ്. പള്ളിയിൽ വന്ന്, പള്ളിയിലായതുകൊണ്ട് പള്ളി കയറിയ 2 നമസ്കാരം, അല്ലെങ്കിൽ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പും ശേഷം എന്തില്ല, നമസ്കാരങ്ങളില്ല. പള്ളിയിൽ കയറിയ തഹിയ്യത്തുണ്ട്. ആ തഹിയ്യത്തിന്റെ പ്രത്യേകത, പള്ളിയിൽ ഒരു ഖിയാമത്തിന്റെ അടയാളമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകൾ പള്ളിയിൽ കയറി തഹിയ്യത്ത് നമസ്കരിക്കാതെ പോകും. അതുകൊണ്ട് പള്ളിയിൽ കയറിയ തഹിയ്യത്തുണ്ട്. നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയം മുഴുവൻ നമസ്കാരത്തിലാണ്. അതുകൊണ്ട് കുറച്ച് നേരത്തെ വന്ന് നമസ്കാരത്തെ പ്രതീക്ഷിച്ച്, പ്രത്യേകിച്ച് തക്ബീറൊക്കെ ചൊല്ലിയിരിക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഉളുഹിയത്തുണ്ട്. അതുകൊണ്ട് ഉളുഹിയത്തിൽ ഇനിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഈ നമസ്കാരത്തിലേക്ക് വരേണ്ടതില്ല. ഉളുഹിയത്തിൽ ഒരു പങ്കെങ്കിലും ചേരാൻ പറ്റുന്നവൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ഇതിൽ പങ്കെടുക്കേണ്ടതില്ല. ഇനിയും സമയമുണ്ട്. ഒരാൾക്ക് ഇന്നും നിയ്യത്ത്, നാളെ നിയ്യത്ത്, പെരുന്നാളിൽ അന്നും, അപ്പോൾ മുതൽ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെന്നുണ്ട്. ഇനിയും കുറച്ച് ആളുകളൊക്കെ കൂട്ടിയിട്ട് ഒരു മൃഗമൊക്കെ വാങ്ങി അറക്കാൻ സാധിക്കുമെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ച അടുത്ത വർഷം ചിലപ്പോൾ നമുക്ക് ഇതിനൊന്നും അവസരം ഉണ്ടായിക്കൊള്ളുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോണിന്റെ, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ ഒക്കെ ഒന്ന് കണക്കൂട്ടിയിട്ട് ഒരു ഷെയറൊക്കെ കൂടാൻ പറ്റുന്നവരാണ് മഹാഭൂരിപക്ഷ ആളുകളും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇനി അതൊന്നുമില്ലാത്ത ആളുകളും ഉളുഹിയത്തിൽ പങ്കാളികളാവുക, അതിന്റെ കർമ്മത്തിൽ പങ്കുചേരുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മാംസ വിതരണത്തിലും എല്ലാവരെയും പരിഗണിക്കുക. ഇതിന്റെ പ്രത്യേകത, അമുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ, അവർക്ക് പ്രയാസമൊന്നുമില്ലെങ്കിൽ നമ്മൾ നിർബന്ധിക്കേണ്ട, പ്രയാസമില്ലെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാവുന്നതാണ്. എന്തെങ്കിലും വിട്ടുപോയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. നമസ്കാരം 7:00 വേറൊന്നുമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹജ്ജ് കർമ്മത്തിന് അവിടെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഒരു സ്ഥലത്തുള്ളത്. എല്ലാ സംവിധാനങ്ങളും അവിടെയുള്ള സർക്കാർ സംവിധാനങ്ങളിൽ അവർ ചെയ്യുന്നുണ്ട്. എന്നായിരുന്നാലും പലപ്പോഴും അപകടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. വളരെ ആത്മാർത്ഥമായി നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. ഒരു പ്രയാസവുമില്ലാതെ നമ്മുടെ സഹോദരങ്ങൾ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഏറ്റവും നന്നായി അവരുടെ വീടുകളിലേക്ക് എത്തിച്ചേരാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയി പാവങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വാലിഹായ സൽക്കർമ്മങ്ങളായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.